അതായത് ക്യാമറയ്ക്ക് മുമ്പിൽ അവർ കാണിച്ച പല പ്രവൃത്തികളും വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെയാണ് അന്ന് വഴിവെച്ചത്. ഇത്രത്തോളം ശാരീരികമായി അടുത്തിടപഴകുന്നത് ശരിയാണോ എന്ന് വലിയൊരു ചോദ്യം അന്ന് ഉയർന്നു വന്നിരുന്നു. ഒരു ശരാശരി മലയാളി ഭർത്താവിന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു അന്ന് നടന്ന ആ ഒരു സൈബർ അറ്റാക്കുകൾ. ചേട്ടന്റെ ലൈഫിൽ ഇപ്പം ഇത്രയും ജീവിതാനുഭവങ്ങളുടെ ഇടയിൽ പഠിച്ചൊരു പാഠം എന്തായിരിക്കും? ലൈഫിൽ നിന്ന് പഠിച്ചൊരു പാഠം? അതെല്ലാരും പറയുന്നതല്ലേ, ഇപ്പൊ നമ്മളെല്ലാരും പറയുന്ന പാഠം തന്നെ, ആരെയും വിശ്വസിക്കരുതെന്ന് എല്ലാരും പറഞ്ഞൊരു പാഠമല്ലേ. സോഷ്യൽ മീഡിയയിലും കേരളത്തിലെ വാർത്താ മാധ്യമങ്ങളും ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഒരൊറ്റ വിഷയമാണ്. നടി മഞ്ജു പത്രോസിന്റെ ദാമ്പത്യ ജീവിതത്തിലെ താളപ്പിഴകളും അവർ ഭർത്താവിനെതിരെ ഉന്നയിച്ചിരിക്കുന്ന ഗുരുതരമായ ആരോപണങ്ങളും. എങ്ങനെയൊക്കെ ഇനി ഉറങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയാം. അത്രയ്ക്കും കടവും കടം വാങ്ങിച്ചുകൊണ്ട് ഈ കടം കൊടുത്തവര് വീട്ടിൽ അന്വേഷിച്ചു വരുമായിരുന്നു. പിന്നെ നമ്മളല്ലേ വീട്ടിൽ പെണ്ണുങ്ങളെല്ലാം ഇരിക്കാം. അപ്പൊ എനിക്ക് ഇപ്പോഴൊക്കെ കോളിംഗ് ബെല്ല് വെക്കുമ്പോൾ ഞാനിങ്ങനെ ഞെട്ടും. എനിക്ക് ആ വീട്ടിലെ കോളിംഗ് ബെല്ലാണെങ്കിൽ ഭയങ്കര വെച്ചായിരുന്നു. എന്റെ ഭർത്താവ് എന്നെ ഒരുപാട് ക്രൂരതകൾക്ക് ഇടയാക്കി, ഒരുപാട് കഷ്ടപ്പെടുത്തി എന്ന് അവരുടെ വാക്കുകൾ മലയാളികളെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ്. നമ്മുടെ മലയാളികൾക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മറന്നുപോകുന്ന ഒരു സ്വഭാവമുണ്ട് അല്ലേ? അതായത് ഒരാളുടെ വശം ചേർന്ന് നിന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ എല്ലാ വശങ്ങളും നോക്കേണ്ടതുണ്ട്. കേവലം ഇന്നത്തെ അവരുടെ കണ്ണുനീർ കണ്ട് മാത്രം നമ്മളൊരു നിഗമനത്തിൽ എത്തുമ്പോൾ നമ്മൾ മറന്നുപോകുന്ന അല്ലെങ്കിൽ സൗകര്യപൂർവ്വം മറക്കുന്ന ചില ഭൂതകാലങ്ങൾ അവിടെ ഉണ്ട്. അതേ, നമ്മളിന്ന് സംസാരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ 2 ആ ഒരു വിവാദ ദിനങ്ങളെ കുറിച്ചാണ്. ഫുക്രവും മഞ്ജു പത്രോസും തമ്മിലുണ്ടായിരുന്ന ആ ഒരു അടുപ്പവും അന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്ത ആ ഒരു ഉമ്മ വയ്ക്കുന്ന വീഡിയോയും നമുക്കൊന്നും അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയില്ല. പക്ഷെ ചിലരൊക്കെ അതിപ്പോൾ സൗകര്യപൂർവ്വം മറന്നിരിക്കുകയാണ്. നമ്മളിന്ന് വിശകലനം ചെയ്യുന്നത് ഈ രണ്ട് കാര്യങ്ങളും ചേർത്ത് വെച്ചുകൊണ്ടാണ്. അതായത് ഒരാളിൻ്റെ പ്രസൻറ്റ് മാത്രം നോക്കി ഒരാൾ ശരിയാണോ തെറ്റാണോ എന്ന് എങ്ങനെയാണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത്? ഒരു നാണയത്തിന് രണ്ട് വശങ്ങളുണ്ട്. ആ രണ്ട് വശങ്ങളിലേക്കാണ് നമ്മളിന്ന് സഞ്ചരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എങ്ങനെയൊക്കെ ഇനി ഉറങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയാം. അത്രയ്ക്കും കടവും കടം വാങ്ങിച്ചുകൊണ്ട് ഈ കടം കൊടുത്തവര് വീട്ടിൽ അന്വേഷിച്ചു വരുമായിരുന്നു. പിന്നെ നമ്മളല്ലേ വീട്ടിൽ പെണ്ണുങ്ങളെല്ലാം ഇരിക്കാം. അതായത് മഞ്ജു പത്രോസ് എന്ന് പറയുന്ന നടി നമ്മൾ മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരിയായി വന്ന തൻ്റെ കോമഡി റോളുകളിലൂടെയും പിന്നെ സീരിയൽ സിനിമാ രംഗങ്ങളിലൂടെയും നമ്മുടെ സ്വീകരണ മുറിയിലെ ഒരു അംഗമായി അവർ മാറിയിരുന്നു. എന്നാൽ അവരുടെ ചിരിക്കുന്ന മുഖത്തിന് പിന്നിൽ വലിയൊരു സങ്കടക്കടൽ ഉണ്ടായിരുന്നുവെന്ന് നമ്മൾ ഈ അടുത്തിടയ്ക്കാണ് നമ്മൾ അറിയുന്നത്. ഭർത്താവിൽ നിന്ന് താൻ നേരിട്ട അവഗണനയും മാനസികവും ശാരീരികവുമായിട്ടുള്ള പീഡനങ്ങളും അവർ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. എങ്ങനെയൊക്കെ ഇനി ഉറങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയാം. അത്രയ്ക്കും കടവും കടം വാങ്ങിച്ചുകൊണ്ട് ഈ കടം കൊടുത്തവര് വീട്ടിൽ അന്വേഷിച്ചു വരുമായിരുന്നു. പിന്നെ നമ്മളല്ലേ വീട്ടിൽ പെണ്ണുങ്ങളെല്ലാം ഇരിക്കാം. അപ്പൊ എനിക്ക് ഇപ്പോഴൊക്കെ കോളിംഗ് ബെല്ല് വെക്കുമ്പോൾ ഞാനിങ്ങനെ ഞെട്ടും. എനിക്ക് ആ വീട്ടിലെ കോളിംഗ് ബെല്ലാണെങ്കിൽ ഭയങ്കര വെച്ചായിരുന്നു. ഒരു കുടുംബം നിലനിർത്താൻ ഒരു സ്ത്രീ എത്രത്തോളം സഹിക്കണമെന്ന ചോദ്യമാണ് ഇവിടെ ഉയർന്നു വരുന്നത് അല്ലേ? ആ ഒരു ഭർത്താവിന്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റുകൾ, ആ ഒരു ക്രൂരതകൾ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. ഒരു വ്യക്തിയെ മാനസികമായി തളർത്തുക എന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. ഈ ഒരു വിഷയത്തിൽ മഞ്ജുവിന്റെ കൂടെ നിൽക്കാൻ സമൂഹത്തിന് ഒട്ടും മടിയുണ്ടായിരുന്നില്ല. കാരണം അവർ പറഞ്ഞ പല കാര്യങ്ങളിലും അത്രത്തോളം ആത്മാർത്ഥതയും വേദനയും ഉണ്ടായിരുന്നു. അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നത് സത്യമാണ്. ആ കണ്ണുനീരിന് നമ്മൾ വില കൊടുക്കേണ്ടതുണ്ട്. ഇതിൽ ഉണ്ടായ ഇമോഷണൽ രംഗത്തേക്കാൾ കൂടുതൽ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ടായിരിക്കും. ഓ തീർച്ചയായും. അപ്പം നമ്മൾ പറയും ജീവിതത്തിന് എല്ലാ തരം വേണം, അപ്സ് ആൻഡ് ഡൗൺസ് വേണം, നമുക്ക് എല്ലാ തരം സുഖ ദുഃഖങ്ങളൊക്കെ വരണം, സന്തോഷം മാത്രമാണ് ജീവിതം എന്ന് വിളിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. മഞ്ജു ചേച്ചിയുടെ ഒരു POV എങ്ങനെയാ ജീവിതം എല്ലാം കൂടി വരുന്നതാണോ? ജീവിതമായിട്ട് വിളിക്കാൻ എല്ലാം കൂടിയൊക്കെ വരും, പക്ഷെ ഇത്രയും അപ്പ് ആൻഡ് ഡൗൺസ് വേണ്ട അല്ലേ? വല്ലാത്ത ഇറക്കമാണ്, വല്ലാത്ത ഇറക്കമാണ്. അവിടെ നിന്ന് പോരാനായിട്ട് എന്താണെന്നറിയാമോ, ഇത്ര ഇറക്കം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോപ്പ് നഷ്ടപ്പെട്ടു പോകും. ഏതെങ്കിലും പോയിന്റിൽ ഗിവ് അപ്പ് ചെയ്തിട്ടുണ്ടോ? എത്ര വട്ടം അയ്യോ, എനിക്കത് ആലോചിക്കാൻ പോലും ഇഷ്ടമല്ല. അത് ശരിക്കും ഇപ്പൊ കിട്ടുന്ന നമ്മുടെ പ്രൊഫഷനിൽ നിന്നും നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടുന്നതാണോ, അതല്ലെങ്കിൽ റിയൽ ലൈഫിൽ ഇൻഡസ്ട്രിയിലൊന്നും എനിക്ക് ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ലേ. ഇൻഡസ്ട്രിയിലൊക്കെ അതാ ഞാൻ പറയാം, ഭാഗ്യമുള്ള ആളാണെന്ന്. എനിക്ക് ഇഷ്ടപ്പെട്ട സ്പേസിൽ നിന്ന് എനിക്ക് തോന്നുന്ന മാസത്തിൽ 4-5 ദിവസമാണ് ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുന്നത്. അത്രയും ദിവസം ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. ദൈവത്തിൻ്റെ കാരുണ്യം, അയ്യോ അതൊന്നും ഒരിക്കലും പറയാൻ പാടില്ല. പക്ഷേ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ എനിക്ക് അതായത് ഓർക്കാൻ ഇഷ്ടമല്ലാതെ ഓർക്കാതെ മറന്നുപോയ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും പറയും
കഴിഞ്ഞ ദിവസം ഞാൻ വനിതാ ദിനത്തിൽ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ അവിടെ ഒരാൾ നിന്നിങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ഇവരെ അത്ര ഈസിയൊന്നുമല്ല. ഒരു ഘട്ടത്തിനെ ഇവർ പറയും, രാവിലെ എഴുന്നേറ്റ് നിന്ന് കണ്ണാടിയിൽ നോക്കിയിട്ട് പറ നീ സൂപ്പറാണ്, നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഓ മോളെ ലവ് യു ബെസ്റ്റ് എന്നൊക്കെ പറ. ഇത് പറയാനേ പറ്റുള്ളൂ. ഇത് എൻ്റെ പൊന്നെ, പിറ്റേ ദിവസം വാടക കൊടുക്കാൻ പൈസ ഇല്ലാത്ത ഒരാൾക്ക് കണ്ണാടിയുടെ മുമ്പിൽ പോയിട്ട് യു ആർ ദ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുമോ? എന്നിട്ട് പറയണം നമ്മൾ വാടകക്കാരൻ്റെ മുഖം ഓർമ്മ വരും. അത് കഴിഞ്ഞിട്ട് പറയാണ് ഒരു പെൻസില് ഷാർപ്പൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ പാവപ്പെട്ട അമ്മമാരൊക്കെ എന്ന് പറയാണ് നന്നായിട്ട് എഴുതാൻ പറ്റും. ഇതുപോലെയാണ് നിങ്ങൾ. ഓരോ ദിവസവും നിങ്ങൾ നിങ്ങളെ ഷാർപ്പൺ ചെയ്യണം. ഒരു മരത്തടീനെ ഷാർപ്പൺ ചെയ്യുന്ന പോലെയാണോ മനസ്സും വിവേകവും ചിന്തയും വേദനയുള്ള ശരീരത്തിനെ ഷാർപ്പൺ ചെയ്യുന്നത്? അപ്പോൾ അത്തരം പൊള്ള വാക്കുകളിൽ ഒരു പ്രസക്തിയില്ല. ഈ നമ്മൾ ഇതിനകത്ത് പോകുമ്പോൾ ഇൻസ്റ്റ റീലിൽ പോകുമ്പോൾ ഇങ്ങനെ മനുഷ്യനെ പറ്റിക്കുന്ന കുറേ മനുഷ്യരെ അവിടെ കാണാറുണ്ട്. മോട്ടിവേഷൻ എന്ന് പറഞ്ഞിട്ട് ശുദ്ധ മണ്ടത്തരം പറയുന്നത്. ഇതൊന്നും ജീവിതത്തിൽ ആപ്ലിക്കബിൾ അല്ല. ജീവിതത്തിൽ അങ്ങനെയുള്ള ഘട്ടത്തിൽ കൂടെ നിൽക്കാൻ ഒരു സുഹൃത്ത്, രണ്ട് മനുഷ്യരൊക്കെ വേണം. ഒരു മാധ്യമം എന്ന നിലയിലും വിശകലനം ചെയ്യുന്ന പ്രേക്ഷകർ എന്ന നിലയിലും കുറച്ചും കൂടി നമ്മൾ ആഴത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ കേൾക്കുന്നത് ഒരു വശം മാത്രമാണ്. അതായത് ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോഴാണ് മഞ്ജു പത്രോസിന്റെ ജീവിതത്തിലെ മറ്റൊരു വലിയൊരു അധ്യായത്തിന്റെ ചാപ്റ്റർ നമുക്ക് തുറന്നു നോക്കേണ്ടി വരുന്നത്. വർഷം 2020, ബിഗ് ബോസ് മലയാളം സീസൺ 2. ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട സീസണുകളിൽ ഒന്ന് ഇത് തന്നെയായിരിക്കും. ഈ ഒരു സീസണിലാണ് മഞ്ജു പത്രോസ് ഒരു മത്സരാർത്ഥിയായി എത്തുന്നത്. തുടക്കത്തിൽ മികച്ചൊരു പിന്തുണ ലഭിച്ചിരുന്ന മഞ്ജുവിന് പിന്നീട് എവിടെയൊക്കെയോ പിഴച്ചു. അവിടെയാണ് നമ്മൾ ഫുക്രു എന്ന് പറയുന്ന യൂട്യൂബറും അവനുമായിട്ടുള്ള മഞ്ജുവിന്റെ സൗഹൃദത്തെക്കുറിച്ചും നമ്മൾ സംസാരിക്കേണ്ടത്. അതായത് ഒരു അമ്മയും മകനും പോലെയുള്ള ബന്ധമാണ് തങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നതെന്ന് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിലും പുറത്തുനിന്ന് നോക്കുന്ന പ്രേക്ഷകന് അത് അങ്ങനെ ആയിരുന്നില്ല അനുഭവപ്പെട്ടത്. അതായത് ക്യാമറയ്ക്ക് മുമ്പിൽ അവർ കാണിച്ച പല പ്രവൃത്തികളും വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെയാണ് അന്ന് വഴിവെച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഇന്നും ആളുകൾ ഓർക്കുന്നതുമായ ഒന്നാണ് ആ ഒരു ഉമ്മ വയ്ക്കുന്ന വീഡിയോ. അന്ന് ആ വീഡിയോ പുറത്തു വന്നപ്പോൾ കേരളത്തിലെ സോഷ്യൽ മീഡിയ എങ്ങനെയാണ് പ്രതികരിച്ചതെന്ന് നമുക്ക് ഏവർക്കും ഓർമ്മയുള്ളതാണ്. ഒരു വിവാഹിതയായ കുട്ടികളുള്ള ഒരു സ്ത്രീ മറ്റൊരു പുരുഷനുമായി, അവൻ തന്നെക്കാൾ ഒരുപാട് ചെറുതാണ്, അത് ഓർക്കണം, ഇത്രത്തോളം ശാരീരികമായി അടുത്തിടപഴകുന്നത് ശരിയാണോ എന്ന് വലിയൊരു ചോദ്യം അന്ന് ഉയർന്നു വന്നിരുന്നു. അന്ന് മഞ്ജുവിന്റെ ഭർത്താവ് സുനിച്ചൻ ഈ വിഷയത്തിൽ അനുഭവിച്ച മാനസിക സമ്മർദ്ദം എത്രത്തോളമായിരുന്നുവെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ആർക്കും ചോദിക്കാനുള്ള ഒരു ചോദ്യം അതായിരുന്നു, എന്താണ് നിങ്ങൾ വേർപിരിഞ്ഞോ? ഇല്ല, ഞങ്ങൾ ഇതുവരെ ഡൈവോഴ്സ് ആയിട്ടില്ല. ലീഗലി ഡിവോഴ്സ് ആയിട്ടില്ല. ഇല്ല, ബ്ലാക്ക് കിസ് എന്ന് പറഞ്ഞ ചാനൽ മഞ്ജു സിമിയും കൂടെ തുടങ്ങിയ ചാനൽ. അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ പുറത്തു പോകുന്നത്, ദുബായിക്ക് പോകുന്നത്. ചേട്ടന്റെ ലൈഫിൽ ഇപ്പം ഇത്രയും ജീവിതാനുഭവങ്ങളുടെ ഇടയിൽ പഠിച്ചൊരു പാഠം എന്തായിരിക്കും? ലൈഫിൽ നിന്ന് പഠിച്ചൊരു പാഠം? അതെല്ലാരും പറയുന്നതല്ലേ. ഇപ്പൊ നമ്മളെല്ലാരും പറയുന്ന പാഠം തന്നെ, ആരെയും വിശ്വസിക്കരുതെന്ന് എല്ലാരും പറഞ്ഞൊരു പാഠമല്ലേ. ഞാനായിട്ട് ഞാൻ തന്നെ മുടക്കാന്ന്. അതന്നെയാണോ? അതല്ല, എന്ത് പാടാ ഞാൻ പറയുന്നേ. അതിന് മാത്രം പറയാൻ മാത്രമുള്ളൊരു സംഭവമൊന്നും എനിക്കില്ല. ഈ ശരിക്കും സത്യമുള്ള കാര്യമാണോ ആരെയും വിശ്വസിക്കരുത്, അമിതമായി ആരെയും വിശ്വസിക്കരുത് എന്നുള്ളത്? ചേട്ടൻ അത് ലൈഫിൽ എത്രത്തോളം ഇതായിട്ടുണ്ട്? വിശ്വസിക്കുന്ന കാര്യത്തിലൊന്നും അല്ലെന്നേ. നമ്മൾ ഒരാളെ വിശ്വസിക്കുന്നു, അവര് നമ്മളെ വിശ്വസിക്കുന്നു, നമുക്ക് വിശ്വാസമാകണം. അതാണല്ലോ മെയിൻ. ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നുണ്ട്, അപ്പൊ ഞാൻ വിശ്വസിക്കുന്ന ഓക്കെയാണ്. തിരിച്ചും അത് ഉണ്ടോ എന്നുള്ളത് നമ്മളൊന്നും അറിയണ്ടേ, അത്രേ ഉള്ളൂ. അല്ലാതെ അതായത് നമ്മൾ ഒരാളെ വിലയിരുത്തുമ്പോൾ അവരുടെ ഭൂതകാലത്തെ പൂർണ്ണമായി വെട്ടിമാറ്റി പ്രസന്റ് മാത്രം നോക്കി ശരിയോ തെറ്റോ കണ്ടുപിടിക്കുന്നത് തികച്ചും അന്യായമാണെന്ന് തന്നെ ഞാൻ പറയും. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കാം, അന്ന് ബിഗ് ബോസ് വീട്ടിൽ വെച്ച് മഞ്ജു ഫുക്രുമായി കാണിച്ച അടുപ്പം പുറത്ത് അവരുടെ കുടുംബത്തെ എങ്ങനെ ബാധിച്ചിട്ടുണ്ടാകുമെന്ന്. അതായത് സുനിച്ചൻ എന്ന് പറയുന്ന അവരുടെ ഭർത്താവ് സമൂഹത്തിന് മുന്നിൽ എത്രത്തോളം അപമാനിതനായിട്ടുണ്ടാകുമെന്ന്. ഒരു ശരാശരി മലയാളി ഭർത്താവിന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു അന്ന് നടന്ന ആ ഒരു സൈബർ അറ്റാക്കുകൾ. തൻ്റെ ഭാര്യയുടെ പേരിൽ മറ്റു പുരുഷന്മാരുമായി ചേർത്ത് വരുന്ന ട്രോളുകളും വീഡിയോകളും കാണുമ്പോൾ ആ കുടുംബത്തിലുണ്ടായ വിള്ളലുകൾ ചെറുതായിരിക്കില്ല എന്നതാണ് സത്യം. പക്ഷേ ഇന്ന് അവർ ഭർത്താവിൻ്റെ ക്രൂരതകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ തീർച്ചയായും കേൾക്കണം, ആ ക്രൂരതകൾ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ പറയുന്നത്. എന്നാൽ ദാമ്പത്യ പ്രശ്നങ്ങൾ തുടങ്ങാൻ അല്ലെങ്കിൽ ആ ഒരു ഭർത്താവിൻ്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരാൻ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ എത്രത്തോളം കാരണമായിട്ടുണ്ടെന്ന് നമ്മളിവിടെ ഓർക്കേണ്ടതുണ്ട്. അന്ന് മഞ്ജു ചെയ്തത് ഒരു ഗെയിം ഷോയുടെ ഭാഗമായിട്ടാണെങ്കിൽ പോലും റിയൽ ലൈഫിൽ അത് ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് വളരെ വലുതാണ്.
അതായത് ആ ഒരു സമയത്ത് ഫേമസ് ആയി വന്ന ആ ഒരു ഉമ്മ വെക്കുന്ന വീഡിയോയും അവരുടെ ശരീരഭാഷയും എല്ലാം ആ ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ ഭർത്താവിനെ മാനസികമായിട്ട് എത്രത്തോളം തകർത്തിട്ടുണ്ടാകാം. നമ്മളിപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഒരു പാസ്റ്റ് അവർക്കുണ്ടായിരുന്നു എന്ന സത്യം നമ്മൾ ഓർക്കണം. അതായത് നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് ഒരാളെ ഇരയായും മറ്റൊരാളെ വേട്ടക്കാരനായും മുദ്രകുത്തും. ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ ഉള്ളതുപോലെ ഏതൊരു കുടുംബ പ്രശ്നത്തിനും രണ്ട് വശങ്ങളുണ്ടാകും. അത് നിങ്ങൾ പലപ്പോഴും മറക്കുന്നു, അല്ലെങ്കിൽ സൗകര്യപൂർവ്വം നിങ്ങളത് മറക്കാൻ ആഗ്രഹിക്കുന്നു. മഞ്ജു പത്രോസ് എന്ന വ്യക്തി ഇന്നൊരു ഇരയാണ്. അവർ കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ട്, ശരിയാണ്. എന്നാൽ ആ ഒരു കാലഘട്ടത്തിൽ അവരുടെ പ്രവൃത്തികൾ മൂലം ഭർത്താവും കുടുംബവും വലിയ രീതിയിൽ സമൂഹത്തിന് മുന്നിൽ വിചാരണ ചെയ്യപ്പെട്ടിരുന്നു എന്ന സത്യം നമുക്കവിടെ മായ്ച്ചു കളയാൻ കഴിയുന്ന ഒന്നല്ല. ഭർത്താവ് ചെയ്തത് തെറ്റ് തന്നെയാണ്. അത് നമ്മൾ ഇപ്പോഴും അടിവരയിട്ട് തന്നെയാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്തതെന്ന ചോദ്യത്തിന് ഉത്തരം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. ബിഗ് ബോസിന് ശേഷം ഇവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? ആ ഒരു ഷോയ്ക്ക് ശേഷം ഇവരുടെ ദാമ്പത്യം പഴയതുപോലെ ആയിരുന്നു. അന്ന് മഞ്ജുവിനെ കുറ്റപ്പെടുത്തിയ അതേ ആളുകൾ തന്നെയാണ് ഇന്ന് അവരുടെ ഭർത്താവിനെ കുറ്റം പറയുന്നത്. ഇവിടെയാണ് നമ്മളൊരു ന്യൂട്രൽ സ്റ്റാൻഡ് എടുക്കേണ്ടതിന്റെ ആവശ്യകത ഉയർന്നു വരുന്നത്. നമ്മൾ ഒരാളുടെ വശം ചേർന്ന് നിന്ന് സംസാരിക്കുമ്പോൾ എല്ലാ സൈഡും നോക്കണം, അല്ലാതെ പ്രസന്റ് മാത്രം നോക്കി വിധി എഴുതാൻ നിൽക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. ഹസ്ബൻഡ് ഉള്ളത് കൊണ്ടല്ലേ അങ്ങനെ ഒരു റിയാലിറ്റി ഷോയിൽ വരാൻ പറ്റിയത് എന്നുള്ളതൊക്കെ സത്യമാണ് കേട്ടോ. പുള്ളി ഉണ്ടായിരുന്നുകൊണ്ടാണ് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയത്, ഒക്കെ ശരിയാണ്. പക്ഷേ അതിനുശേഷം നമുക്ക് ഇവിടെ നിലനിൽക്കണമെങ്കിൽ കഴിവ് വേണമല്ലോ. തീർച്ചയായും നമുക്ക് അഭിനയിക്കാൻ സാധിക്കണ്ടേ? അല്ലാതെ ഒരാളെ കണ്ടിട്ട് എന്നെ വിളിക്കണമെന്ന് ഇല്ലല്ലോ. എന്നെ വിളിച്ചാൽ അഭിനയിക്കും എന്നുള്ളവരല്ലേ എന്നെ അതിലേക്ക് തിരഞ്ഞെടുക്കുകയുള്ളൂ. അപ്പോൾ വഴി തുറന്നു തന്നത് ഇതേപോലെ അദ്ദേഹവും കൂടി ആയിരിക്കാം. എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ, പുള്ളി സമ്മതിച്ചത് കൊണ്ടല്ലേ വർക്കിനൊക്കെ പോകാൻ സാധിച്ചത്. അപ്പോൾ പുള്ളീനെ ഒരിടത്ത് മെൻഷൻ ചെയ്യുന്നില്ലല്ലോ എന്ന് പറയാറുണ്ട്. ഓഫ് കോഴ്സ് പുള്ളി സമ്മതിച്ചുകൊണ്ടാണ്. പക്ഷെ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് സമ്മതിച്ചില്ല എങ്കിൽ വേറെ എന്ത് വഴി. ഇപ്പോൾ രമ്യയോട് ഞാൻ പറയുന്നു, രമ്യ പോവണ്ട, ഈ വർക്കിന് പോകണ്ട, എനിക്കത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഞാൻ രമ്യക്ക് ജീവിക്കാനുള്ള മറ്റൊരു വഴി തുറന്നു കാണിക്കണം, അല്ലെങ്കിൽ ഞാൻ തരണം. അതെ അല്ലേ? അതല്ലാത്ത പക്ഷം എനിക്കത് പറയാനുള്ള അധികാരമില്ല. അപ്പം അത് എല്ലാവരുടെയും നീഡായിരുന്നു. ഞാൻ വർക്കിന് പോവുക എന്നുള്ളത് എൻ്റെ ഫാമിലിയുടെ നീഡായിരുന്നു. അത് ഒരാളോട് ചെയ്ത ഔദാര്യമൊന്നും ആയിരുന്നില്ല. അതായത് ഒരുപാട് കഷ്ടപ്പാടുകളിൽ നിന്ന് ഉയർന്നു വന്ന ഒരു കലാകാരി തന്നെയാണ് മഞ്ജു. അവരുടെ അധ്വാനത്തെയും കഴിവിനെയും നമ്മൾ എന്നും അംഗീകരിച്ചിട്ടുമുണ്ട്. അവർക്ക് അവരുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ലഭിക്കണമെന്ന് തന്നെയാണ് ഓരോ മലയാളികളെ പോലെ ഞാനും ആഗ്രഹിക്കുന്നത്. എന്നാൽ ഒരു പബ്ലിക് ഫിഗർ എന്ന നിലയിൽ അവരുടെ വ്യക്തിജീവിതം സമൂഹത്തിന് മുന്നിൽ തുറന്നു വെക്കുമ്പോൾ ജനങ്ങൾ പല രീതിയിൽ അതിനെ വിശകലനം ചെയ്യും. അതായത് ഫുക്രുമായിട്ടുള്ള ഒരു ഉമ്മ വിഷയം നമ്മൾ ഉദാഹരണമായി എടുത്തത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ തെറ്റുകളും ശരികളും അത്ര പെട്ടെന്ന് നിർവചിക്കാൻ കഴിയില്ല എന്നതുകൊണ്ടാണ്. ഇന്നത്തെ ശരി നാളത്തെ തെറ്റാകാം, ഇന്നലത്തെ തെറ്റുകൾ ഇന്നത്തെ ശരികളെ സ്വാധീനിച്ചേക്കാം. മഞ്ജുവിന്റെ ഭർത്താവ് അവരോട് ക്രൂരമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ നിയമപരമായും ധാർമ്മികമായും അദ്ദേഹം തെറ്റുകാരൻ തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. ഒരു കാരണവശാലും ഒരു സ്ത്രീയെ ഉപദ്രവിക്കാനുള്ള ലൈസൻസ് അല്ല ഭർത്താവെന്ന് പറയുന്ന ചുമതല. എന്നാൽ ആ ഒരു ബന്ധം തകർന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം അദ്ദേഹത്തിൽ മാത്രം കെട്ടിവെച്ച് മഞ്ജുവിനെ പൂർണ്ണമായ ഒരു വിക്ടമായി ചിത്രീകരിക്കുന്നതിന് മുമ്പ് നമ്മൾ പഴയ കാര്യങ്ങൾ ഒന്നുകൂടെ ഓർത്തു വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഒരുപക്ഷെ വിവാദങ്ങൾ അദ്ദേഹത്തെ മാനസികമായി ഒരുപാട് മാറ്റിയിട്ടുണ്ടാകാം. അങ്ങനെ ഒരു സാധ്യത നമ്മളവിടെ കാണണം. അത് തികച്ചും ഒരു ന്യായീകരണമല്ല, മറിച്ച് ഒരു വസ്തുതയാണ്. അങ്ങനെ നിന്ന് അപ്പോൾ അങ്ങനെ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്കിപ്പം ഇങ്ങനെ പെട്ടെന്നൊരു ബ്ലോക്ക് വന്നു. ഒരു ഹാർട്ടിൻ്റെ ഒരു 3 ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ തിരിച്ചു പോന്നു, നാട്ടിൽ വന്നു. ഇപ്പോൾ നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ ഒരു 1.5 വർഷത്തോളമായി. അപ്പോൾ വീണ്ടും നമ്മൾ എക്കോസ് ഒന്ന് പുതുക്കി തീരുമാനിച്ചു, വേറൊരു കുപ്പിലോട്ടൊന്ന് ഒഴിച്ച് നമ്മൾ പുതിയൊരു രീതിയിൽ അങ്ങ് ഇറക്കി. എത്ര നാളുണ്ടായിരുന്നു ദുബായില്? ദുബായിൽ ഞാനൊരു 5-7 കൊല്ലത്തോളം ഉണ്ടായിരുന്നു അവിടെ. അത് കഴിഞ്ഞ് ഈ ബ്ലോക്ക് വന്നപ്പോഴാണ് നാട്ടിലേക്ക് വന്നത്. വർഷത്തിൽ അവിടേക്ക് വരുമായിരുന്നു നാട്ടിൽ. അപ്പോഴൊക്കെ എൻ്റെ ഒരു മനസ്സിൽ ഇതാണ് നമ്മുടെ എനിക്കിങ്ങനെ എക്കോസ് തുടങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. നാട്ടിൽ നല്ല രീതിയിലേക്ക് കൊണ്ടുപോകണമെന്നൊക്കെ ആഗ്രഹിച്ച് നിന്ന സമയത്തൊക്കെയാണ്. പിന്നെ അങ്ങനെ ഒരു പ്രോഗ്രാം പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനെ പെട്ടെന്നൊരു ഭയങ്കര പെയിനൊക്കെ വന്ന് അങ്ങനെ അവിടെ നിന്ന് അപ്പം ഞാൻ ഡോക്ടറെ പോയി കണ്ടു, സംസാരിച്ച്. അപ്പം ബ്ലോക്കാണ്. അപ്പം പിന്നെ ഞാൻ തിരിച്ച് നാട്ടിലോട്ട് വന്നു. ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ട്രീറ്റ്മെൻറ്റിലാണ് ഞാൻ ആക്ച്വലി. ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ ജയപ്രാശ് ഡോക്ടറെ കാണിക്കുന്നത്. അപ്പൊ ഇനി തിരിച്ച് ദുബായിക്ക് പോകണില്ലാന്ന് തീരുമാനിച്ചോ? ഉടനെ പോകാനുള്ളൊരു മൂഡിലല്ല ഇപ്പം. കാര്യം നമ്മുടെ ഹെൽത്തൊക്കെ പ്രശ്നമാവുമല്ലോ. നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പം ബാച്ചിലായിട്ടുള്ള ജീവിതമൊക്കെ ആകുമ്പോൾ നമ്മൾ ഇതിന്റെ കറക്റ്റ് മരുന്നൊക്കെ കഴിച്ച് കറക്റ്റ് പോകണം. ചേട്ടൻ്റെ ലൈഫിൽ ഇപ്പം ഇത്രയും ജീവിതാനുഭവങ്ങളുടെ ഇടയിൽ പഠിച്ചൊരു പാഠം എന്തായിരിക്കും? ലൈഫിൽ നിന്ന് പഠിച്ചൊരു പാഠം? അതെല്ലാവരും പറയുന്നതല്ലേ. ഇപ്പം നമ്മളെല്ലാവരും പറയുന്ന പാഠം തന്നെ, ആരെയും വിശ്വസിക്കരുതെന്ന് എല്ലാവരും പറഞ്ഞൊരു പാഠമല്ലേ. ഞാനായിട്ട് ഇനി അതെന്നെ മുടക്കാന്ന്. അതന്നെയാണോ? അതല്ല,
എന്ത് പാടാ ഞാൻ പറയുന്നേ. ഈ ശരിക്കും സത്യമുള്ള കാര്യമാണോ ആരെയും വിശ്വസിക്കരുത്, അമിതമായി ആരെയും വിശ്വസിക്കരുത് എന്നുള്ളത്? ചേട്ടൻ അത് ലൈഫിൽ എത്രത്തോളം ഇതായിട്ടുണ്ട്? വിശ്വസിക്കുന്ന കാര്യത്തിലൊന്നും അല്ലെന്നേ. നമ്മൾ ഒരാളെ വിശ്വസിക്കുന്നു, അവര് നമ്മളെ വിശ്വസിക്കുന്നത് നമുക്ക് വിശ്വാസമാകണം. അതാണല്ലോ മെയിൻ. അതെ അതെ. ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നുണ്ട്, അപ്പൊ ഞാൻ വിശ്വസിക്കുന്ന ഓക്കെയാണ്. തിരിച്ചും ആ ഒരു അത് ഉണ്ടോ എന്നുള്ളത് നമ്മളൊന്നും അറിയണ്ടേ. അപ്പോൾ ഗൈസ്, ആരുടെയും വ്യക്തി ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കാനോ അവിടെ വിധി പറയാനോ നമ്മളൊന്നും ആരുമല്ല. പക്ഷെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇത്തരത്തിലൊരു വിഷയം വരുമ്പോൾ അതിലൊരു സന്തുലിതമായ കാഴ്ചപ്പാട് ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. മഞ്ജു പത്രോസ് എന്ന സ്ത്രീയുടെ കണ്ണീരിനോടൊപ്പം നമ്മൾ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ മറക്കാൻ പാടില്ലാത്ത ചില ഓർമ്മപ്പെടുത്തലുകളാണ് ബിഗ് ബോസിലെ ആ ഒരു പഴയ വീഡിയോകളും സംഭവങ്ങളും. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, പ്രസന്റ് മാത്രം കണ്ട് നമ്മൾ ആരെയും കരിവാരി തേക്കാനോ വെള്ള പൂശാനോ നിൽക്കരുതെന്ന്. ഫുക്രുവുമായിട്ടുള്ള ഉമ്മ വിഷയം പോലുള്ള സംഭവങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എല്ലാ വശങ്ങളും ചിന്തിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കേവലം ഇന്നത്തെ വാർത്തകൾ മാത്രം കണ്ട് ഒരു തീരുമാനത്തിൽ എത്തുന്നതാണോ ശരി, അതോ അവരുടെ ഭൂതകാലങ്ങളിൽ നടന്ന സംഭവവികാസങ്ങളുടെ പ്രതിഫലനത്തിന്റെ ഒരു ആകെത്തുകയാണോ നമുക്കിന്ന് കാണാൻ കഴിയുന്ന ഈ പ്രശ്നങ്ങളെന്ന് നിങ്ങൾ തന്നെ പറയുക. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം.